ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്തരമാറ്റിലെ പ്രേക്ഷകർക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നയനയും ആദർശും ഒറ്റയ്ക്കാവുകയാണ് വീട്ടിൽ. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിലുള്ള സ്നേഹ സംഭാഷണങ്ങളും ഒരുമിച്ചുള്ള പാചകം ചെയ്യലൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അതേപോലെ തന്നെ നന്ദു അഴിക്കുള്ളിലാവുന്നുണ്ട്. അപ്പോൾ അവളെ രക്ഷപ്പെടുത്താനായിട്ട് ഒന്നും തന്നെ സാധിക്കുന്നില്ല. അപ്പോൾ ഉയർന്ന ഒരാളുണ്ടെങ്കിൽ മാത്രമേ സംസാരിച്ചാൽ മാത്രമേ അവളെ പുറത്ത് വിടാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളൊരു കാര്യം പോലീസുകാർ സംസാരിക്കുന്നുണ്ട്. അതേപോലെ ആദർശിനെ ഇല്ലാതാക്കാനായിട്ട് ജലജയും അബിയും കൂടിയിട്ട് പദ്ധതി ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ചെറിയ ചെറിയ ഉള്ളടക്കങ്ങൾ. അപ്പം നമുക്ക് എല്ലാവർക്കും വൈകാതെ കഥയിലേക്ക് പോകാം. അപ്പോൾ വൈകുന്നേരമായപ്പോൾ ഗോവിന്ദനൊക്കെ ആകെ വിഷമിച്ചിരിക്കുകയാണ്, ഭക്ഷണമൊന്നും കഴിക്കാതെ. ആ സമയം കനക വന്നിട്ട് പറയുന്നുണ്ട്, ഗോവിന്ദേട്ട ഭക്ഷണം കഴിക്കാതിരുന്നാൽ എങ്ങനെയാണ്? ഗോവിന്ദേട്ടന് മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ നീ കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇങ്ങനെ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അസുഖങ്ങൾ വരുള്ളൂ എന്ന് പറയുകയാണ്. മോൾ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കുക? എന്തായാലും നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്നും കൂടി പോയി നോക്കാം എന്ന് പറയുകയാണ് ഗോവിന്ദനും കനകയും. പിന്നീട് കാണിക്കുന്നത് ഇന്ന് ആദർശ് നയനയും മാത്രമുള്ളൂ വീട്ടിൽ. അപ്പോൾ നയനയാണെന്നുണ്ടെങ്കിൽ ആദർശിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ആ സമയം ആദർശ് അടുക്കളയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്ത് ചെയ്യാന്ന്? അപ്പോൾ ആദർശേട്ടന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പോവുകയാണെന്ന് പറയണം. അപ്പോൾ നീ ഇപ്പോൾ കഷ്ടപ്പെട്ടിട്ട് എനിക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഞാൻ എനിക്ക് തന്നെ ഉള്ളത് ഉണ്ടാക്കാമെന്ന് പറയുകയാണ്. ഞാൻ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ചപ്പോൾ എനിക്ക് പാചകമൊക്കെ ചെറുതായിട്ട് അറിയാമെന്ന് പറയുകയാണ്. ഈ പെണ്ണുങ്ങൾക്ക് വലിയ എന്തോ കാര്യം എന്ന് പറഞ്ഞിട്ടാണ് പാചകമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും വലിയ കാര്യമില്ല എന്ന് എനിക്ക് തെളിയിക്കാൻ വേണമെന്ന് പറയുകയാണ്. അങ്ങനെ ആദർശ് പോയിട്ട് കോഴിമുട്ടയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ആ സമയം നയന പറയുന്നുണ്ട്, ഈ പച്ചമുളകും സവാളയൊക്കെ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുകയാണ്. അപ്പോൾ നയനയാണെന്നുണ്ടെങ്കിൽ അവൾ പാചകം ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദർശ് അതൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ പാചകമൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ ആസ്വദിച്ച് ബ്രെഡും മുട്ടയും എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആദർശ്. അപ്പോൾ പറയുന്നുണ്ട്, എത്രയൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കിയത് ആദർശേട്ടന് വേണ്ടിയിട്ടാണ്, അപ്പോൾ ആദർശേട്ടൻ എന്തായാലും കഴിച്ചു നോക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ അതൊക്കെ അവളൊരു പ്ലേറ്റിലേക്ക് വിളമ്പുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ഭക്ഷണം വേണ്ട എന്നുള്ള കാര്യം, എനിക്കുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നതായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് ഒരു ഭിക്ഷക്കാരൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, ആ സെക്യൂരിറ്റി അയാളകത്തോട്ട് കയറ്റി വിട്ടോ എന്നാണ് നയന ആശങ്കപ്പെടുന്നുണ്ട്. അപ്പോൾ പറയാണ്, ഭക്ഷണം ചോദിച്ച് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ കയറ്റി വിടണമെന്നുള്ളൊരു കാര്യം ഞാൻ സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് ആദർശ് പറയുകയാണ്. അങ്ങനെ നയന ആദർശിന് വേണ്ടി വിളമ്പി വെച്ചിരുന്ന ആ പ്ലേറ്റുമായിട്ട് ആദർശ് നേരെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ ഭക്ഷണം അന്വേഷിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഭക്ഷണം വല്ലതും തരുമോ കഴിക്കാനായിട്ടെന്ന് പറയുമ്പോൾ അതറിയാവുന്നത് കൊണ്ട് അത് എടുത്തുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് ആദർശ് പറയുകയാണ്. അങ്ങനെ ആ ഭക്ഷണം അയാൾക്ക് കൊടുക്കുന്നുണ്ട്. അയാളാണെന്നുണ്ടെങ്കിൽ കിട്ടിയ സന്തോഷത്തിൽ ഭക്ഷണമായിട്ട് വേഗം തന്നെ ഈ പൂന്തോട്ടത്തിൻ്റെ ഒരു സൈഡിൽ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ നയനയ്ക്കാണെങ്കിൽ ആകെ സങ്കടം വരുന്നുണ്ട്. ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടിട്ട് ആദർശേട്ടന് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണമാണ്, അതൊന്ന് രുചിച്ച് പോലും നോക്കാതെ എല്ലാം കൂടി കൊണ്ടുപോയി കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ് നയന. അങ്ങനെ ആദർശ് നേരെ അവിടെ നിന്നും അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എന്താ ആദർശേട്ടൻ ഇങ്ങനെ ചെയ്തത്? ഒന്ന് കഴിച്ച പോലും ഇല്ലല്ലോ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെന്ന് പറയണം. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആദർശ് നേരെ അകത്തോട്ട് ചെല്ലുകയാണ്. അങ്ങനെ നേരെ ആദർശ് ലാപ്ടോപ്പൊക്കെ ആയിട്ട് ഹാളിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവൾ വരച്ച ആ ഡിസൈൻസ് പിന്നെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇത് ഓഫീസിൽ വെച്ചിട്ട് അപ്രൂവ് ആയതല്ലേ, പിന്നെ എന്തിനാ ഈ ഡിസൈൻ നോക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് നയന. അത് പിന്നെ ആ വർക്കിൽ അത്രയും നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റേതായ കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട് ഈ വർക്കിനെന്ന് പറയുകയാണ്. എന്തായാലും ഈ ഒരു കരാറ് റെഡി ആവട്ടെ, അപ്പോൾ അതിൻ്റെ പേയ്മെൻ്റ് എല്ലാം കിട്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം പവിത്രയ്ക്ക് കൊടുക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ട് നയന പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, അതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, അവർക്ക് നിശ്ചയിച്ച ഒരു ശമ്പളമുണ്ടല്ലോ അത് തന്നെ കൊടുത്താൽ മതി എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഓഫീസ് കാര്യങ്ങളിലൊന്നും ഇടപെടാനായിട്ട് നിൽക്കണ്ട, എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നും കൂടി പറയുകയാണ്. അതിനുശേഷം നയനെ കൊച്ചാക്കിയിട്ട് പറയുന്നുണ്ട്, നിനക്ക് വലിയ ഡിസൈനൊന്നും വരയ്ക്കാനായിട്ട് അറിയുന്നില്ലല്ലോ, പിന്നെ പവിത്രേനെ ഇങ്ങനെ ശമ്പളം കൂട്ടി കൊടുക്കുന്നതിനെ പറ്റിയൊന്നും നീ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല എന്നും കൂടി പറയുകയാണ്. അപ്പോൾ ആ സമയം നയന പറയുന്നുണ്ട്, ശരിക്കും ഞാൻ എന്താണ് ചെയ്തതെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യണം, ഇതിൻ്റെ പകുതി പൈസയും എനിക്ക് തന്നെ തരേണ്ടി വരും എന്നൊക്കെ നയന പറയുന്നുണ്ട്. അപ്പോൾ നീ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവൾ അവിടെ ഇവിടെയും തൊടാതൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആദർശന് ചെറിയ രീതിയിലുള്ള സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ നയന പറയുന്നുണ്ട്, ഞാൻ വരച്ച ഡിസൈൻസ് നിങ്ങളൊന്ന് നോക്കുപോലും ചെയ്തില്ലല്ലോ, അത് നോക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ക്രെഡിറ്റ്സ് മുഴുവൻ എനിക്ക് കിട്ടിയേനെ എന്നുള്ളൊരു കാര്യം നയന ആദർശനോട് പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അതിനുള്ളൊരു ബോധമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ആ ഫയലൊക്കെ എടുത്തിട്ട് നേരെ തന്നെ അകത്തോട്ട് പോവുകയാണ് നയന.
പിന്നീട് രാത്രിയായപ്പോൾ ആദർശ് വെള്ളമൊക്കെ കുടിക്കാനായിട്ട് അടുക്കളയിലേക്ക് വരികയാണ്. അപ്പോൾ യാദൃശികമായിട്ട് ഫ്രിഡ്ജ് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജ് തുറന്നപ്പോൾ കാണുന്ന ഭാഗത്തിൽ തന്നെ ആയിട്ട് ഒരു ബൗളിൽ കുറേ ഐസ്ക്രീം കഴുകിയിരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് കണ്ട വശം തന്നെ ആദർശ് അതൊരു കൊതിയോട് കൂടി എടുക്കുന്നുണ്ട്. എന്നിട്ട് ആദർശ് ആലോചിക്കുന്നുണ്ട്, എനിക്ക് ശ്വാസം മുട്ടിൻ്റെ അസുഖമുള്ളതുകൊണ്ട് ആരും തന്നെ ഇവിടെ ഐസ്ക്രീം വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെക്കാറില്ലല്ലോ, ആരും മറന്ന് ഫ്രിഡ്ജിൽ വെച്ച് തന്നു തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അവനത് കയ്യിൽ വെച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അത് എടുത്തു വെച്ചിരിക്കുന്നത് ജലജ തന്നെയാണ്. ജലജ ഒരു വലിയ ബൗൾ നിറച്ച് ഐസ്ക്രീം എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ കാണത്തക്ക രീതിയിൽ തന്നെ. എന്നിട്ട് അത് വന്ന് അബിയോട് പറയുന്നുണ്ട്, ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ ഒരു ബൗൾ നിറച്ച് ഐസ്ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മളെല്ലാവരും അമ്പലത്തിലേക്ക് പോയി കഴിയുമ്പോൾ വെള്ളം എടുക്കാനോ എന്തെങ്കിലും ആവശ്യത്തിന് അടുക്കളയ്ക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ കാണുന്ന രീതിയിൽ തന്നെ ഞാൻ ആ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ഐസ്ക്രീമിനോട് കൊതിയുള്ള ആദർശമാണെന്നുണ്ടെങ്കിൽ ആളുകളുള്ളതുകൊണ്ട് അവൻ അതിങ്ങനെ കഴിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ആരുമില്ലാത്ത തക്കത്തിന് അവനത് കിട്ടിക്കഴിഞ്ഞാൽ കൊതിയോടെ അത് മുഴുവൻ തിന്നുന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ശ്വാസം മുട്ട് വരും. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഇൻഹേലറിൽ എല്ലാ മരുന്നും തീർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. അങ്ങനെ പതുക്കെ അവൻ്റെ റൂമിലേക്ക് പോയിട്ട് അവൻ്റെ ഇൻഹേലർ എടുത്തിട്ട് അത് മുഴുവൻ അടിച്ച് കളയുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ മരുന്ന് മുഴുവൻ തീർത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അവരുദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ആദർശും ഐസ്ക്രീം മുഴുവൻ കഴിച്ചിട്ട് അവന് ശ്വാസം മുട്ട് വരുമ്പോൾ മരുന്നെടുക്കാനായിട്ട് രാത്രി ചെല്ലുന്ന കഴിയുമ്പോൾ ആ ഒരു മരുന്നില്ലാണ്ടാവുമ്പോൾ അവന് ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ ആദർശം ഇല്ലാതാവും. അപ്പോൾ വിധവയായിട്ട് ഇവിടെ നമ്മുടെ നയന നിൽക്കേണ്ടി വരും. അങ്ങനെ നയനനെ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയതിന് ശേഷം ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നിൻ്റെ ഭാര്യയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നാണ് ജലജയും അബിയും കൂടി തീരുമാനിക്കുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ അബിക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അബിയിലെ മേൽനോട്ടത്തിലാവുമെന്നുള്ളൊരു പ്രത്യാശയിലാണ് നിൽക്കുന്നത്. ഇതെല്ലാം സംഭവിക്കുമ്പോൾ നമ്മളെല്ലാവരും ഗുരുവായൂരായിരിക്കും. അവിടെ ഒരു 9 മണി നേരത്തെ ദർശനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാവും. അപ്പോൾ ഉള്ളൊരുക്കി ഈ വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും വന്ന് ഭവിക്കാനായിട്ട് മോനും പ്രാർത്ഥിക്കണമെന്നുള്ളൊരു കാര്യം ജലജ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് അബി പറയുന്നുണ്ട്, അങ്ങനെ നടക്കാനായിട്ട് ഞാൻ വേണമെങ്കിൽ തുലാഭാരം വരെ ചെയ്തോളാം എന്നുള്ളൊരു കാര്യം അബി പറയുകയാണ്. അങ്ങനെ അബി സന്തോഷത്തിൽ അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഈ പ്ലാനുകളെല്ലാം നടത്തി വെച്ചിരിക്കുന്ന ജലജയ്ക്ക് വളരെയധികം പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഇതോടുകൂടി ആദർശം ഇല്ലാതാവുമെന്നും ബാക്കി എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലേക്ക് എത്തുമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ആവുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ജലജ ഇരിക്കുന്നത്. അങ്ങനെ ജലജയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ പത്തരമാറ്റിലെ എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരേക്കും ബായ്.